നിങ്ങൾ സ്പോൺസർ ആണെന്നല്ലേ പറഞ്ഞേ? ഇവിടുത്തെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ആ പൈസ ഇങ്ങോട്ട് തരുവാണെങ്കിൽ അതേപടി ആ പൈസ തിരിച്ചു തന്നേക്കാം. ഡാൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ചെയ്യില്ല, അറിയില്ല. അതാ അച്ഛൻ ചെയ്യും. ഇതാണോ ഡാൻസ്? ഡാൻസ് വേണ്ട, വേറെ മിമിക്രിയും വലിയ വശമില്ല. പിന്നെ എന്നാ കാണിക്കാനാ കാശും പഠിച്ചും ഇങ്ങോട്ട് വന്നേക്കണേ? ഓഡിയൻസ് ആണോ? ആരോ വരുന്നുണ്ട്. ഞാൻ അവനോട് കാര്യം ചോദിച്ചോട്ടെ? ആരാണെങ്കിൽ എന്താ, ഇവൻ ഡാൻസും കളിക്കില്ല, പാട്ടും കളിക്കില്ല, ഒരു സാധനം കളിക്കാണ്ട് പിന്നെ എന്തിനാ അവിടെ വന്നതെന്ന് എനിക്കറിയണം. ഒരു മിനിറ്റ്, ഒരു സ്കിറ്റ് പിടിച്ചാലോ? അയ്യോ, ഇവിടെ സ്കിറ്റ് കളിക്കില്ലേ, ചീഞ്ഞാ പിന്നെ ഇവിടുന്ന് വിടൂല. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ഇവിടെ? ചരിത്രമുണ്ട്. നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്കിറ്റ് വേണ്ട, സ്കിറ്റ് വേണ്ട, അപ്പൊ തന്നെ ഇവരെ മൊബൈലിൽ വെക്കും. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, രാഷ്ട്രീയത്തില് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? താല്പര്യമുണ്ട്. താല്പര്യമുണ്ടെന്നല്ല, ഈ നാട്ടിലെ മുക്കിലും മൂലയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഫ്ലക്സ് ഉണ്ട്. അതെന്താ സംഭവം? എന്താ അത്? എല്ലാ വെള്ളിയാഴ്ച എന്റെ ഒരു സിനിമ ഇറങ്ങാറുണ്ട്. ഞാൻ അറിയപ്പെടുന്നത് തന്നെ വീക്കിലി എല്ലാ വെള്ളിയാഴ്ച ഇറങ്ങുമല്ലേ? എല്ലാ വെള്ളിയാഴ്ച ഇറങ്ങും. അത് നന്നായിട്ട് ഓടാറുണ്ടല്ലോ. സ്റ്റേജിലേക്ക് വരും, സ്റ്റേജിലേക്ക് പോട്ടെ, തിയേറ്ററിലേക്ക് വരും, തിയേറ്ററിൽ നിന്ന് അപ്പൊ തന്നെ ഓടും ആ പടം. അങ്ങനെയല്ലേ ചേച്ചി? ചേച്ചി ചേച്ചി ഞാനെന്നാ ഓടിപ്പോയിക്കോട്ടെ. ഒറ്റ കാര്യം, നിർത്തി അപമാനിക്കാണോ? ഇപ്പൊ നന്നായിട്ട് ഓടുന്ന പടം, ഓടിയിട്ടുള്ള പടം, ഓടിയിട്ടുള്ള ലക്ഷ്മി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വിടൂ. കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഓടി അല്ലേ? കണ്ടാ? അതെ, അതും വർഷങ്ങൾക്ക് ശേഷം. ഇനി കൊറേ വർഷം കഴിഞ്ഞാൽ ചോദിച്ചാലും അപ്പൊ പറയും വർഷങ്ങൾക്ക് ശേഷം. എടാവേ, ഞാനൊരു കാര്യം പറഞ്ഞേ. സോറി മോനെ, സോറി. സൈലൻസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറ. ഞങ്ങളെ പോലുള്ള പ്രവാസികള് ചോര നീരാക്കി കഷ്ടപ്പെട്ട് വലിയ വേറെപ്പാടാ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അങ്ങോട്ട് പണത്തിന്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് സിനിമയിൽ? മറ്റേ എനിക്ക് പോലും അറിയാൻ പാടില്ല ഏത് പടം. സോറി. എനിക്ക് ആ കോമഡി ഇഷ്ടമായി. എന്നാലും ഓക്കെ. അതെ, പടത്തിന്റെ ഇപ്പൊ പടമൊക്കെ കറക്റ്റ് ആണല്ലോ. അതെ, ഞാൻ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്തു, ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ പൈസ ഇല്ലേ, അത് ഞാൻ തിരിച്ചു തരാം. എങ്ങനെ? നിങ്ങൾ സ്പോൺസർ ആണെന്നല്ലേ പറഞ്ഞേ? ഇവിടുത്തെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ആ പൈസ ഇങ്ങോട്ട് തരുവാണെങ്കിൽ അതേപടി ആ പൈസ തിരിച്ചു തന്നേക്കാം. അല്ലേ? പൈസ കിട്ടിയിട്ടില്ല, പേയ്മെന്റ് സെറ്റിൽ ചെയ്തില്ല. ഇല്ല, പേയ്മെന്റ് ഞാൻ സെറ്റ് ചെയ്തല്ലോ. എടാ നരേഷ്. അവൻ നരേഷ് ആവും. ലക്ഷ്മി എന്താ ലക്ഷ്മി എന്നെ അപമാനിക്കാനാണോ വിളിച്ചോണ്ട്? സ്ഥിരം ഫിറ്റ്, ഇതിന് സ്ഥിരം നമ്പർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ചേട്ടാ ഭയങ്കര മാട്ടയാന്ന് മനസ്സിലാവുന്നു. തിരിച്ചറിയാനുള്ള ബുദ്ധി നിനക്ക് വന്നല്ലേ ലക്ഷ്മി? ഒറ്റ കാര്യം, ലാസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ? ഈ ഇടയ്ക്ക് എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. ഈ ഫാമിലി ബിസിനസ് ഫാമിലിയാണ് ഈ കള്ളപ്പണം വൈറ്റാക്കണ പരിപാടി. അത് ഫാമിലിയായിട്ടാണ് ബിസിനസ് ചെയ്യണത്? അല്ല, അച്ഛനും ചേട്ടനും ചെയ്യണില്ല, അവർ ചെയ്തിരുന്നു. ഇപ്പൊ ഞാനാ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ബ്ലാക്ക് വൈറ്റ് ആക്കണം ഒന്ന് പറഞ്ഞുതരാമോ? ബ്ലാക്ക് വൈറ്റ് ആക്കണം? അതെ, വീട്ടിൽ പോയിട്ട് ഒരു കുക്കർ എടുത്തിട്ട്, ഈ പൈസ ഇല്ലേ, ഒരു കുക്കറിനകത്ത് ഇട്ടിട്ട് കുറച്ച് പാൽ വെച്ച് 4 വിസിൽ കഴിയുമ്പോൾ എടുത്താൽ മതി, വെള്ളയൊക്കെ കിട്ടും. പൊന്നേ, എന്നാ തമാശയാണ്. ഒരു തഗ് വീരൻ തഗ് അടിക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കാനും കൈയടിക്കാനും ആൾക്കാര്. നല്ലൊരു കൈയടി എടുക്കോ? ഇല്ല, കൈയടി ഇല്ല, എനിക്ക് വേണ്ട. ഞാൻ എന്നാ പിന്നെ ഓക്കെ, തഗ് പോയിട്ട് ഞാൻ അങ്ങ് അപ്പുറം ഉണ്ടാവും, ഞാൻ പൈസ സെറ്റിൽ ചെയ്തു.